സുബർ സാറാണ്. നമ്മുടെ +1 ഇംപ്രൂവ്മെന്റ്, +2 സ്റ്റേ ഇംപ്രൂവ്മെന്റ് കുട്ടികളൊക്കെ ഇങ്ങനെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ കുറച്ച് കാര്യങ്ങൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കുക. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനുള്ളിലുള്ള ചില അബദ്ധങ്ങളോ നിങ്ങൾക്ക് മനസ്സിലാകാതെ രീതിയിൽ കൂടെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. നമ്മൾ നന്നായിട്ടൊക്കെ പഠിക്കുന്നുണ്ടെന്നാണ് എൻ്റെ തോന്നല്. എന്നാലും കുട്ടികൾക്കെല്ലാം മടി എന്ന് പറയുന്ന ഭീകരൻ വന്ന് നമ്മളെ എല്ലാവരും ഇങ്ങനെ തിന്നോണ്ടിരിക്കുക. എടാ നീ പോയി കിടക്കടാ, നിനക്ക് വയ്യായാലും നിനക്ക് ഉറക്കം വരുന്നില്ലടാ, പോയി കിടക്കടാ, അങ്ങനെയൊക്കെ നമ്മളെ പറയും. ഇല്ലെങ്കിൽ നീ ഇത് കുറച്ചു നേരമൊക്കെ ഒന്ന് മൊബൈൽ കണ്ടേര് എന്നൊക്കെ അവനിങ്ങനെ നമ്മളെ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇന്ന് മതി എന്ന് അവൻ നമ്മളെ ഇങ്ങനെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുക. നീ പോയി കിടക്ക, എന്തിനാ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആ മടി എന്ന് പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവനാണ്. അവനെ മാറ്റി നിർത്തിയിട്ട് എനിക്കിത് ജയിച്ചിരിക്കണം എന്നുള്ള ഒരൊറ്റ മനോഭാവത്തിൽ നിന്നാൽ ഏത് മടിയെ നമുക്ക് കീഴടക്കാൻ പറ്റും. മടിയാണ് നമ്മളെ കീഴടക്കുന്നെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടും. മടിയെ നമ്മൾ കീഴ്പ്പെടുത്തിയാൽ, മടി എന്നുള്ളതിന് നമുക്ക് എന്തായാലും എല്ലാവർക്കും ഒരുമിച്ച് ഒരിക്കലും കീഴ്പ്പെടുത്താൻ പറ്റില്ല. എപ്പോഴായിരുന്നു നമുക്ക് മനസ്സിലുള്ളത്. എന്നാലും അവനെ ഒന്നും നമുക്ക് വേണ്ട സമയത്തൊന്നും ഒന്ന് ഒഴിവാക്കി നിർത്തിയാൽ ഇതിലും കൂടുതൽ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും, കൂടുതൽ സെക്യൂർ ആയിട്ട് ജയിക്കാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോ ജസ്റ്റ് ജയിക്കുക എന്നുള്ളത് മാത്രം ആവരുത്. ഇത്തിരി നല്ല മാർക്കൊക്കെ വാങ്ങിച്ചോണം. പല അഡ്മിഷൻസുകൾക്ക് ചെല്ലുമ്പോൾ ചെറിയ മാർജിൻ ജയിച്ചതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന കോഴ്സ് കിട്ടത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക വേണം. അതാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. ജസ്റ്റ് പാസ് എന്നുള്ള മനസ്സിൽ നിന്ന് വിട്ടേക്കണം. രണ്ടാമത്, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കുന്നുണ്ട് അല്ലെ? ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ മാത്രം എന്നുള്ള രീതിയിൽ കൂടെ പഠിക്കരുത്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ, ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു, അടുത്തത് പഠിച്ചു, ആ ക്വസ്റ്റ്യൻ വന്നാൽ എനിക്ക് ചെയ്യാൻ അറിയാം, അതിന് മാറി വന്നാൽ ചെയ്യാൻ അറിയാൻ വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും. നിങ്ങളിപ്പോൾ മാത്സിൽ തന്നെ ആകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുന്നു, ഇപ്പം റിലേഷനിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്നു, ആ ക്വസ്റ്റ്യനിൽ ഇപ്പം നമുക്ക് തന്നേക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എനിക്കറിയാം, പക്ഷെ അതിനോട് ചെറിയ ചേഞ്ച് വന്നായിരിക്കും എക്സാമിന് വരുന്നത്. അതേ ക്വസ്റ്റ്യൻ തന്നെ വരണമെന്നില്ല. അപ്പൊ നിങ്ങൾ ആ മാറ്റം വരുന്ന ക്വസ്റ്റ്യൻസിനെയും കൂടെ ഒന്ന് പഠിക്കണം. അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളൊക്കെ എടുത്ത് ഒന്ന് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സുകളെല്ലാം പറ്റുന്നുണ്ടോ എന്നറിയാൻ. ഓക്കെ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഉറപ്പായിട്ടും പണി കിട്ടും. നിങ്ങളത് മാത്സ് മാത്രമല്ല, ഫിസിക്സും കെമിസ്ട്രി എല്ലാം, പ്രത്യേകിച്ച് മാത്സും ഫിസിക്സും ആണ് ഇതിൻ്റെ പ്രോബ്ലംസ്. അപ്പൊ നിങ്ങൾ അവനെയൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസുകൾ മാത്രമാക്കാതെ ആ പഠിച്ചൊരു 3-4 ചാപ്റ്റർ നിങ്ങൾ പഠിച്ച് നിർത്തിയാൽ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ ഒന്ന് എടുക്കണം. 2-3 വർഷത്തെ മതി. ഇപ്പൊ 2024 നോക്കാം. 24 മാർച്ച്, 23 ഇംപ്രൂവ്മെന്റ്, അന്നത്തെ മാർച്ച്, അങ്ങനെ നോക്കുമ്പോൾ 3-4 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴത്തേക്ക് ആ ചാപ്റ്റർ ഓക്കെ ആയി, അല്ലെങ്കിൽ ആ ചാപ്റ്ററുകൾ ഓക്കെ ആയി. നന്നായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എനിക്ക് ഓക്കെ ആയി, എനിക്കൊരു ധൈര്യമുണ്ട് എഴുതാൻ. ഈ ചാപ്റ്ററുകളൊക്കെ പഠിച്ചതൊക്കെ എനിക്കിപ്പോ അതിനുള്ളിലുള്ള മാറ്റം വന്ന ക്വസ്റ്റ്യൻസുകൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഓർമ്മിക്കണം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എക്സാമിന് എത്തുമ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ വന്നില്ലോ എന്ത് ചെയ്യും എന്ന് വിചാരിക്കാതെ പഠിച്ചതിനെ മാറ്റം വന്നാലും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോഴേ ഉറപ്പിച്ചുകൊണ്ട് വേണം പോകാൻ. ഈ 2 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഒന്നാമത്തെ കാര്യം ഒന്നുകൂടെ പറയാണ്, ജസ്റ്റ് പാസിന് വേണ്ടി ഒരിക്കലും പഠിക്കരുത്. നിങ്ങളൊരു ഡബിൾ പാസ് എങ്കിലും മുന്നിൽ നിർത്തി അത്രയിലുള്ള രീതിയിൽ കൂടെ നിങ്ങളുടെ കയ്യിൽ വേണം. ഉണ്ടല്ലോ, അത്രയുണ്ടെങ്കിലേ നമുക്ക് ഉറപ്പിച്ച് ജയിക്കും എന്നുള്ളത് പറ്റത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്കിലേത് മാത്രം അതെ അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് തന്നെ പഠിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ എക്സാമിന് വരുന്നത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതുപോലെ അല്ല. അതിനുള്ളിൽ കുറെ പാർട്സുകൾ കാണും, വേറെ കുറെ കാര്യങ്ങൾ കാണും, കുറെ പുതിയ ലെറ്റേഴ്സ് കാണും, അങ്ങനെ പേരുകൾ വേറെയാ. ഇങ്ങനെയൊക്കെ മാറുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ അതിനൊക്കെ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അത് മാത്രം ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചവർക്ക്. അതുകൊണ്ട് നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിനൊക്കെ ഈ ടൈമൊക്കെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റണം. ഞാൻ പറഞ്ഞു മറ്റേവനാണ് പ്രശ്നക്കാരൻ, മടി. നമ്മളെപ്പോ പിന്നെ എന്തിനീ പിന്നെ ആട്ടുന്നത്, ഇപ്പൊ തന്നെ ഇവിടെ ചെയ്തുകൂടെ? പിന്നെന്ന് പറയുമ്പോഴത്തേക്ക് അത് സമയം പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ സമയം ഇന്ന് തന്നെ കിട്ടുള്ളൂ, നാളെ നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ ഇന്ന് മാറ്റി വെച്ചിട്ട് നാളെ പഠിക്കാം എന്ന് പറയുന്നത് മണ്ടത്തരാ. ഇന്ന് തന്നെ ആകാമെങ്കിൽ ഒരു വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഇന്ന് തന്നെ തീർത്തേരെ, നാളെ വേണമെന്ന് ഫ്രീ ആവുമല്ലോ. അല്ലാതെ ഇന്നത്തെ ഫ്രീ ആയിക്കൊണ്ട് നാളെ പോയി പഠിക്കാമെന്ന് വിചാരിച്ച ശേഷം നാളെ എന്തെങ്കിലും പണി വരും. അപ്പൊ ഇതൊക്കെ ഈ 2 ദിവസം നഷ്ടപ്പെടും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. കഠിനമായിട്ട് നിൽക്കണം, അടിപൊളിയായിട്ട് നിൽക്കണം. എക്സാം ഈ വർഷം നിങ്ങൾ ജയിച്ചിരിക്കും എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടും. മാക്സിമം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഈ ചാനൽ കൂടെ കിട്ടും. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം. മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലപോലെ പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുഡ് ബൈ.